വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് നിജസ്ഥിതി ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തെ നീ ഫോളോ ചെയ്യരുത്, പിന്തുടരരുത്. നിനക്ക് ഉറപ്പില്ലാത്തൊരു വിഷയത്തിന്റെ ഒപ്പം പോകരുത്. ഇതാണ് ഇതിന്റെ നേരെ അർത്ഥം. വലാ തഖ്ഫു. മഹാന്മാരായ വ്യാഖ്യാതാക്കൾ, മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അർത്ഥം കൊടുത്തത് കാണാം. ഐ ലാ തത്തബിഅ, നീ പിന്തുടരരുത്. മാ ലൈസ ലക ബിഹി ഇൽം, ഒരു വിഷയത്തെ നീ പിന്തുടരരുത്. ലൈസ ലക ബിഹി ഇൽം, അത് നിനക്ക് അതേക്കുറിച്ച് നിനക്ക് വേണ്ടത്ര ഉറപ്പില്ല. നിനക്ക് നിജസ്ഥിതി അറിയാത്ത, ഉറപ്പ് ലഭിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കണ്ടോലോ കേട്ടോലോ എന്ന് പറഞ്ഞതിൽ നീ അഭിപ്രായം പറയാൻ പോകണ്ട. നിനക്ക് ശരിക്കും ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ മിണ്ടിക്കൊടുങ്ങണ്ട. ഇതാണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. എന്നതുപോലെ നിനക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം നീ കേൾക്കാനും പോകണ്ട. ഹലാലാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടാത്ത ഒരു സംഗതി നീ കാണാനും പോകണ്ട. ഇതൊക്കെയാണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. എന്താണ് ആ വിഷയത്തിന്റെ നിജസ്ഥിതി എന്താണെന്നറിയാത്തത്? കണ്ടും കേട്ടും അഭിപ്രായം പ്രകടിപ്പിച്ചും നീ അതിന്റെ പിന്നാലെ പോവണ്ട എന്ന് പറയാനുള്ള കാരണം അല്ലാഹു പറയുന്നു. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കാരണം മനുഷ്യന്റെ ചെവി, മനുഷ്യന്റെ കണ്ണ്, മനുഷ്യന്റെ ഹൃദയം, ഇത് മൂന്നും, കണ്ണും കാതും ഹൃദയവും, ഇത് മൂന്നും കുല്ലൂലായിക്, ഇവയെല്ലാ ഓരോന്നും, ഇവയിൽ നിന്നുള്ള ഓരോന്നും കാന അൻഹു മസ്ഊലാ, അതേക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. കണ്ണുകൊണ്ട് കണ്ടതെന്തൊക്കെയാണ്, നാക്കുകൊണ്ട് പറഞ്ഞതെന്തൊക്കെയാണ്, ചെവി കൊണ്ട് കേട്ടതെന്തൊക്കെയാണ്. ഹലാലല്ലാത്തത് കണ്ടോ, ഹലാലല്ലാത്തത് കേട്ടോ, ഹലാലല്ലാത്തത് പറഞ്ഞോ, ഉണ്ടെങ്കിൽ അല്ലാഹു വെറുതെ വിടൂല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ ഒരു ആയത്താണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഒറ്റായത്തും കൂടെ ഉള്ളൂ, അത് നാളെ ചർച്ച ചെയ്യാം. എന്താണ് ലാ തഖ്ഫു മാ ലൈസ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം എന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണിത്. എന്താണ് ഇതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് അർത്ഥങ്ങൾ എഴുതുന്നത് കാണാം. ഞാൻ എന്റെ സ്വന്തം വകയായൊന്നും പറയണ്ട, ഞാൻ മലയാളത്തിൽ അതിനൊരർത്ഥം പറഞ്ഞു. അതിന്റെ ആശയങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ കിട്ടുന്നുണ്ടാകും. എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തത്, കേൾക്കാൻ പാടില്ലാത്തത്, കാണാൻ പാടില്ലാത്തത് ഒന്നിന്റെയും പിന്നാലെ പോകരുത് എന്നാണ് ആ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് തന്നെയാണ് അതിന്റെ അർത്ഥവും. ഇനി ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഏത് ചെയ്യുന്നു? ഇതിന്റെ വ്യാഖ്യാനത്തെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് ഒരാൾ പറയുന്നു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് വേറൊരാൾ പറയുന്നു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന അർത്ഥമാണ് വേറെ ഒരാൾ പറയുന്നു. ഇത് മൂന്നും അതിന്റെ താല്പര്യമാണ്. ആ ഏതർത്ഥവും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് ബോധ്യപ്പെടാത്ത ഒരു സംഗതിയുടെ പിറകിൽ, ഹൈറാണ് എന്ന് ബോധ്യപ്പെടാത്ത ഒരു സംഗതിയുടെ കാര്യത്തിൽ പിറകിൽ നീ പോകരുത് ട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. താബിഈ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞതിന്റെ അർത്ഥം ലാ തഖുൽ റഅയ്തു വ അൻത ലം തറാ.
വസമിഅതു വഅൻത ലം തസ്മഅ വഅലിംതു വഅൻത ലം തഅലം. എത്ര നല്ലൊരു അർത്ഥാണിത് എന്ന് പറഞ്ഞാൽ, ലാ തഖുൽ റഅയ്തു വഅൻത ലം തറ. നീ ഞാൻ കണ്ടു എന്നൊരു സംഗതിയെക്കുറിച്ചും പറയണ്ട. വഅൻത ലം തറ, നീ കാണാതെ. നീ കാണാത്ത ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ കണ്ടു എന്ന് പറയാൻ പോകണ്ട. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. കള്ളസാക്ഷി പറയുന്ന ഒരു പരിപാടി, കള്ളസാക്ഷി പറയുന്ന ഒരു പരിപാടി ഉണ്ട്. കാണാത്ത കാര്യം കണ്ടു എന്ന് പറയലാണത്. മുഴുവനും അത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. കോടതിയിലൊക്കെ എത്തിയാൽ മുഴുവൻ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിയാത്ത ഒരു കാര്യത്തെ നീ പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ, കാണാത്ത ഒന്ന് കണ്ടു എന്ന് പറയണ്ട. കാണാത്ത ഒന്ന് നീ കണ്ടു എന്ന് പറയരുത്. വലാ സമിഅതു, ഞാൻ കേട്ടു എന്നും നീ പറയരുത്. വഅൻത ലം തസ്മഅ, നീ കേൾക്കാതെ. നീ കേൾക്കാത്ത കാര്യം നീ കേട്ടു എന്ന് കള്ളം പറയേണ്ട ഒരു കാര്യവുമില്ല. വഅലിംതു വഅൻത ലം തഅലം, നീ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു എന്നും പറയണ്ട. എവിടെന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഊതി വീർപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപിടിച്ച് പറഞ്ഞു നടക്കണ്ട. 4 ദിവസം കഴിഞ്ഞാൽ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ ഖേദിക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. ഓ മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും ദുർമാർഗികൾ ഏതെങ്കിലും വാർത്തയുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, കള്ളവാർത്തകളുമായി ഒരാൾ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ, ഫതബയ്യനൂ, ആ കള്ളവാർത്ത കേട്ടപാടെ നിങ്ങൾ ഏറ്റുപിടിക്കാൻ പാടില്ല. നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം. ഫതബയ്യനൂ, നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം. നിജസ്ഥിതി അന്വേഷിച്ച് അന്വേഷണ റിപ്പോർട്ട് വരാൻ കാത്തു നിൽക്കണം. പ്രതികരിക്കുകയാണെങ്കിൽ പ്രതികരിക്കാൻ, അതല്ലാതെ കേട്ടപാടെ പ്രതികരിച്ചു കുടുങ്ങണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കണം. നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാതെ ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് അഭിപ്രായം പറഞ്ഞു കുടുങ്ങിപ്പോകരുത്. അങ്ങനെ കുടുങ്ങിപ്പോയാൽ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്നറിയുമോ? പഠിപ്പിക്കുകയാണ് അതിന്റെ അനന്തരഫലം. നിങ്ങൾ ഒന്നുമറിയാത്ത ഒരു പാവപ്പെട്ട ജനവിഭാഗത്തെ നിങ്ങൾ ആക്രമിക്കുക എന്ന മഹത്തായ തെറ്റാണ്, ഗൗരവമുള്ള തെറ്റാണ് നിങ്ങളതുവഴി ചെയ്യാൻ സാധ്യതയുള്ളത്. എന്നിട്ട് അങ്ങനെ ആക്രമിച്ചതിന്റെ പേരിൽ നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാല. കാരണം നിജസ്ഥിതി അറിയാതെ നിങ്ങൾ കാള പെറ്റോലോ എന്ന് കേൾക്കുമ്പോഴേക്ക് കെട്ടാൻ വേണ്ടി കയറെടുത്താൽ, കാള പ്രസവിക്കുമോ എന്ന് ചിന്തിച്ചതേയല്ല, കാള പെറ്റോലോ എന്ന് കേട്ടപ്പോഴേക്കും അവൻ കയറെടുത്തു കുട്ടിയെ കെട്ടാൻ. ഇതേ അവസ്ഥയാണ് കേട്ടപാടെ പ്രതികരിച്ചാലുണ്ടാവുക. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, ഒരു വിഭാഗത്തെ നിങ്ങൾ വിവരദോഷം കൊണ്ട് ആക്രമിക്കുക എന്നത് വരും. ഒരു വിഭാഗത്തെ വിവരദോഷം കൊണ്ട് ആക്രമിച്ചാൽ എന്ത് പറ്റാനാ? ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നെ നിങ്ങൾ ചെയ്തത് ആലോചിച്ച് നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. നിങ്ങൾ ചെയ്തത് ആലോചിച്ച് പിന്നെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. എത്ര അനുഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. ധാരാളം അനുഭവങ്ങൾ, ഒന്നു രണ്ടുമല്ല, ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ. ഞാൻ ആലോചിക്കുന്നു,
കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല. ഓർക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് ശരിക്ക് തിരിയും. എന്തായിരുന്നു അത്? ഒരു ഇസ്ലാമിക ശരീഅത്ത് കോളേജിൽ നിന്ന് കേവലം 14 ദിവസം മാത്രം അവിടെ പഠിച്ചിട്ട് ഒരു കുട്ടിക്ക് സനത് കൊടുത്തു എന്നുള്ള വലിയൊരു ഒച്ചപ്പാട്. ഒരുത്തനങ്ങ് കത്തിച്ചതാണ്, ഒരുത്തനങ്ങ് പൊട്ടിച്ചതാണ്. ഇതാണ്ട് ഏറ്റുപിടിച്ചു. അതിന്റെ പേരിൽ ഒരുപാട് സമ്മേളനങ്ങൾ, അതിന്റെ പേരിൽ ഒരുപാട് പത്രസമ്മേളനങ്ങൾ, സ്റ്റേജുകൾ ഒക്കെ അരങ്ങേറി. എന്തായിരുന്നു അതിന്റെ അനന്തരഫലം? എന്തായിരുന്നു അതിന്റെ അനന്തരഫലം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മർക്കസിന്റെ സമ്മേളനം നടത്താനിരിക്കുമ്പോൾ, അതിന്റെ സമ്മേളനം നടക്കാനിരിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. മർക്കസു സഖാഫത്തി സുന്നിയെ കുറിച്ചായിരുന്നു ഈ ആരോപണം വന്നിരുന്നത്. ഉസ്താദ് സ്വാഭാവികമാണല്ലോ, 2 കൊല്ലം പഠിച്ചാൽ സനത് 2 കൊല്ലം പഠിച്ചിട്ട് സനത് കൊടുക്കേണ്ട ഒരു വിദ്യാർത്ഥിക്ക് 14 ദിവസം കൊണ്ട് സനത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഉസ്താദ് സ്വാഭാവികമായിട്ട് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും, അല്ലെ? മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് കേസ് കൊടുത്തപ്പോ സ്വാഭാവികമായി ആരാണോ ഈ പ്രചരണം ഉന്നയിച്ചിരുന്നത്, ആരാണോ ഈ കള്ളത്തരം പറഞ്ഞിരുന്നത്, ആ ആൾ ഉസ്താദിന്റെ മുമ്പിൽ വരുന്നു, മാപ്പ് ചോദിക്കുന്നു. എന്നെ പലരും വണ്ടി കയറ്റിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ വീഡിയോ ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടാവും. ഉസ്താദ് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന മനസ്സ് അത് വല്ലാത്തൊരു മനസ്സാണ്. അദ്ദേഹത്തിന് വിശാലമായി മാപ്പ് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാണ്. ഖുർആൻ ഈ പറഞ്ഞത് കണ്ടോ നിങ്ങൾ? എവിടെന്നെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് ഏറ്റുപിടിക്കരുത്, അത് ഏറ്റുപിടിക്കരുത്. ഇങ്ങനെ പിന്നെ പത്രത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ ഇത് ഏറ്റുപിടിച്ചിരുന്നവർക്ക് പിന്നെ മാനക്കേടുണ്ടാവുമല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളെ ഇദ്ദേഹം വണ്ടി കയറ്റിയതാണ്. രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും എവിടെന്നെങ്കിലും ഒരു വാർത്ത കൊണ്ടുവന്നിടുമ്പോൾ അതിന്റെ പിന്നാലെ പോയാൽ നിങ്ങൾ ഒരു വിഭാഗത്തെ ആക്രമിക്കുക എന്നത് വരും. പിന്നീട് കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരുമ്പോ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഖേദിക്കുന്നത് കണ്ടോ നിങ്ങൾ? അയ്യടാന്ന് പറയേണ്ട ഗതികേട് വരും. ഈ വഷളത്തരത്തിന് നിൽക്കണ്ടല്ലോ, അനാവശ്യം പറയാതിരുന്നാല്. എത്ര നല്ല സന്ദേശമാണ്! നമ്മളെ പ്രാദേശിക തലം തൊട്ട് അന്താരാഷ്ട്ര തലം വരെയുള്ള വാർത്തകളോട് പ്രതികരിക്കുമ്പം ഈ മൈൻഡ് ഉണ്ടായിരിക്കണം. ഈ മൈൻഡാണ്, ഈ ഒരു മനസ്സാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇത് സത്യം തന്നെയാണോ? അല്ലേ? അവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പൊ അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ? പറയുന്നതിൽ വല്ല ഹൈറും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ പോണ്ടതന്നല്ല, പറയുന്നതിൽ വല്ല ഹൈറും ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ? അതിന്റെ മുമ്പ് പറഞ്ഞാൽ അത് അപകടമാണ്. ഇതാണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം കണ്ടതിന്റെയും കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ നീ പറയാൻ പാടില്ല. ഖീലാവ ഖാല പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോലോ അങ്ങനെ കേട്ടോലോ എന്ന് ഒരാൾ പറയാൻ തുടങ്ങിയാൽ ആ മനുഷ്യൻ മഹാപാപിയാകാൻ അതു തന്നെ മതിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടതും കേട്ടതും ഒക്കെ പറയാനും അതിനോടൊക്കെ പ്രതികരിക്കാനും നിന്നാൽ ആ മനുഷ്യന് വളരെ മോശപ്പെട്ടവനാവും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനങ്ങളോട് ഞാൻ ആദ്യമായി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും അനാവശ്യമായതിനോട് പ്രതികരിക്കാൻ പാടില്ല. മോമിനങ്ങളെ, ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന്റെ പിറകിൽ നിങ്ങൾ പോകരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അവസരോചിതം ഉണർത്തുകയാണ്. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം നമ്മൾ കേട്ടു. ഇതേ വിശദീകരണം തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും പറഞ്ഞിട്ടുണ്ട്. ഇനി ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു, താബിഈ പണ്ഡിതരിൽ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലാ തദുമ്മ അഹദാ ബിമാ ലൈസ ലക ബിഹി ഇൽം. മഹാനവറുകൾ അതിനാ വ്യാഖ്യാനം കൊടുത്തത് അങ്ങനെയാണ്. എന്താ അതിന്റെ അർത്ഥം?
നിനക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം കൊണ്ട് വേറെ ഒരാളെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ ആരോപണം ഉന്നയിക്കരുത്. മറ്റൊരു വ്യക്തിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കരുത്. നിനക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ നല്ലോണം കരുതണം, അല്ലാഹു വെറുതെ വിടൂല. ഇന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് നമുക്ക് വല്ല ഉളുപ്പുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പത്രത്തിലും ചാനലുകളിലും സ്റ്റേജുകളിലും സമ്മേളനങ്ങളിലും എവിടെയും ആരോപണങ്ങളുടെ ഒഴുക്കാണ്, അല്ലേ? ഈ ആരോപണം കേൾക്കുമ്പോൾ നമ്മൾ കൈയടിച്ചു കൊടുക്കുകയാണ്. ഈ ആരോപണം കേൾക്കുമ്പോൾ നമ്മൾ കൂവി വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ലി പ്രോത്സാഹിപ്പിക്കുക വരെ ചെയ്യുന്നു. എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി ആലോചിക്കണം. ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തി പറയാൻ ആർക്കും തോന്നരുത്. നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. ആരെ പറ്റിയോ ആരും പറയണ്ട. നല്ലതല്ലാതെ പ്രതികരിച്ചാൽ, നല്ലതല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചാൽ അത് നമുക്ക് ഗുണത്തിലേറെ ദോഷം ചെയ്യും. ഇതറിയാത്തവരാണ് തീക്കൊള്ളി കൊണ്ട് മണ്ട ചൊറിയുന്ന ഏർപ്പാടാണിത്. പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ യഥേഷ്ടം അഴിച്ചുവിടുന്നു. ആരോപണം അഴിച്ചുവിടാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു, പലരെ പറ്റിയും, അല്ലേ? അതൊക്കെ പച്ചയായി പിടിക്കപ്പെട്ടു. പിന്നീട് ഇവർ ഖേദിച്ചു. അങ്ങനെ നിജസ്ഥിതി നമ്മൾ പറഞ്ഞതൊക്കെ വെള്ളത്തിലായല്ലോ. എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഖേദിക്കേണ്ട അവസ്ഥ എന്തിനു വരുത്തുന്നു? ഇന്നലെ ഒരു റിപ്പോർട്ട് പറയാം, നാളെ ഖേദിക്കുക. എന്തോ ഒരു സുഖം. മനഃപൂർവ്വം വരുത്തി തീർക്കാണ് ഇവനാ. പിന്നെ ഈ ഖേദിക്കുക എന്ന് പറഞ്ഞ എന്തിനാ? പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. ആ ഖേദം അൽഹംദുലില്ലാഹ് സന്തോഷകരാ, തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ ഈ സംഗതികളിൽ ക്ഷമാപണം നടത്തുന്നത് കേസിൽ നിന്ന് രക്ഷപ്പെടാനും മനുഷ്യരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയാണ് പലപ്പോഴും ക്ഷമാപണം നടത്താറുള്ളത്. എന്ത് വൃത്തികെട്ടതും പറയാം, എന്ത് വൃത്തികെട്ടതും പറയാം. ഇങ്ങനെ നമ്മളായി പോകാൻ പാടില്ല. അതങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് അതിങ്ങോട്ട് ഏറ്റുപിടിച്ചിട്ട് നമ്മൾ പറയാനൊരുങ്ങിയാൽ നമ്മുടെ ഈമാൻ മുഴുവനും തകർന്നു പോകും. മോമിനീങ്ങളെ, ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മഹദിയെക്കുറിച്ചൊരു വലിയ ആരോപണം ഉന്നയിച്ചത് സൂറത്തുൻ നൂർ പറയുന്നുണ്ട്. ആയിഷ ബീവിയെക്കുറിച്ച് വ്യഭിചാരോപണം ഉന്നയിച്ചു. ചില്ലറക്കാരനെ കുറിച്ചല്ല പറഞ്ഞത്, ചില്ലറക്കാരിയെക്കുറിച്ചല്ല പറഞ്ഞത്. ആയിഷ ബീവിയെ പറ്റിയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും. എന്താണ് സംഭവത്തിന്റെ പശ്ചാത്തലം? ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അതിന് വലിയ ഫായിദയുണ്ട്. ആ ആയത്തുകളുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വരുംകാല ജീവിതത്തിലേക്ക് അത് ഉപകരിക്കുമെന്ന് ഞാൻ 100% വിശ്വസിക്കാം. ഇൻഷാ അല്ലാഹ് ഉപകരിക്കും. അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. അങ്ങനെ നമ്മളൊക്കെ പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. അത് ചിലപ്പോൾ അയൽവക്കക്കാരനെ പറ്റിയായിരിക്കും, അയൽവാസിയെ പറ്റിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പണ്ഡിതനെ പറ്റിയായിരിക്കും, ചിലപ്പോൾ പറയുന്നത് ഒരു സയ്യിദിനെ പറ്റിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പറ്റിയായിരിക്കും. ആരെപ്പറ്റി എപ്പോൾ പറഞ്ഞാലും ശരി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ നിലപാട് നീ ചെയ്യുന്നത് വൃത്തികേടാണ് എന്ന് തന്നെയാണ്. ആരെപ്പറ്റിയാലും ശരി, ഒറ്റ നിലപാടേ ഉള്ളൂ. ബനുൽ മുസ്തലഖ് സമരക്കളത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. ബനുൽ മുസ്തലഖ് സമരക്കളത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. ഇടത്താവള ലാൻഡിങ്. അങ്ങനെയാണ് യാത്ര ഒരുമിച്ച് പോരലല്ല, ഇടയിലൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇടത്താവള ലാൻഡിംഗ് ആണ്. അവിടെ ഒന്ന് ഇറങ്ങി ലാൻഡ് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ നിർവഹിക്കാം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ പോകാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിന്റെ
ഒട്ടകക്കട്ടിലിനുള്ളിൽ തൊട്ടടുത്ത കൂട്ടില് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. ആയിഷ ബീവി എന്തിനാണ് സമരക്കളത്തിലേക്ക് പോയിരുന്നത്? ആയിഷ ബീവി മാത്രമല്ല, മറ്റു പല സഹോദരിമാരുണ്ടായിരുന്നു. ജിഹാദ് ചെയ്യാൻ വേണ്ടി പോയതല്ല. ഇത് മഹാന്മാരെ എഴുതുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ. ജിഹാദ് ചെയ്യാൻ വേണ്ടി പോയതല്ല ആയിഷ ബീവി എന്നല്ല, സഹോദരിമാര് യോദ്ധാക്കളുടെ കൂടെ പോയത് അവരിൽ മുറിവ് പറ്റിയവരെ അവരെ ശുശ്രൂഷിക്കാനും, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വെള്ളം ഉണ്ടാക്കി കൊടുക്കാനും, ഇവർക്ക് ആവശ്യമായ ഹിദ്മകൾ ചെയ്യാൻ, ഭർത്താക്കന്മാർക്ക് ആവശ്യമായ ഹിദ്മകൾ ചെയ്യാനാണ് ഒപ്പം പോയിരുന്നത്. അല്ലാതെ ആയിഷ ബീവി ആ യുദ്ധത്തിലേക്ക് പോയതിന് തെളിവുണ്ട്, ഈ യുദ്ധത്തിലേക്ക് പോയതിന് തെളിവുണ്ട്, അതുകൊണ്ട് ഞങ്ങളും താത്തമാരെ രംഗത്തിറക്കുകയാണ് എന്നൊരാളും പറയരുത് ദീനിന് വേണ്ടി. എന്നിട്ട് ജിഹാദിന്റെ വഴിയിൽ ഞങ്ങൾ താത്തമാരെ ഇറക്കുന്നു എന്ന് ആരും പറഞ്ഞു പോകരുത്. അങ്ങനെ ഒരാൾ തെളിവ് പറഞ്ഞത് കേട്ടപ്പോൾ വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഇതാണ് അതിന് തെളിവാക്കുന്നത്. ഇതെന്തിനാ? ഈ പുരുഷന്മാർക്ക് ഹിദ്മ ചെയ്യാൻ വേണ്ടി പോയതാ. ഏതാവട്ടെ, തിരിച്ചു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആവശ്യ നിർവഹണം കഴിഞ്ഞ് വണ്ടിയിൽ വന്ന് കയറണം. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയും കൂടെ ഇറങ്ങി. ആയിഷ ബീവി ഇറങ്ങിപ്പോകുമ്പോ പഴയ കാലത്തൊക്കെ സഹോദരിമാര് നല്ലവണ്ണം വസ്ത്രം ധരിക്കും. ആ വസ്ത്രം ധരിച്ചതിന്റെ ശേഷം പിന്നീട് അവരുടെ ശരീരം ആകെ മൂടിപ്പുതക്കാൻ വലിയ ഒരു തട്ടമുണ്ടാകാറുണ്ടായിരുന്നു ഉമ്മമാർക്ക്. കുറച്ച് പ്രായമുള്ളവർക്ക് തിരിയും, പിന്നെ വലിയൊരു തട്ടുണ്ടാവും. അതുകൊണ്ട് ശരീരം അങ്ങനെ മൂടും. അവര് ശരീരത്തിന്റെ തുടിച്ചു നിൽക്കുന്ന ഭാഗങ്ങളൊന്നും പുറത്തേക്ക് കാണൂല. ഈ തട്ടം രാത്രിയല്ലേ, ഇപ്പൊ അതിന്റെ ആവശ്യമല്ലല്ലോ എന്ന് കരുതിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകക്കട്ടിലിന്റെ മുകളിൽ അവിടെ തൂക്കിയിട്ടു. എന്നിട്ട് ആയിഷ ബീവി പുറത്തുപോയി പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ പോയി തന്റെ ആവശ്യ നിർവഹണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആയിഷ ബീവിയുടെ മാല കാണാനില്ല. അപ്പൊ ആയിഷ ബീവിക്ക് തോന്നി, വെളിയിൽ പോയ സ്ഥലത്ത് അവിടെ എവിടോ എന്റെ മാല വീണിട്ടുണ്ടാവും. ആയിഷ ബീവി വീണ്ടും തിരിച്ചു വന്നിട്ട് അവിടെ എവിടെയെങ്കിലും മാല വീണിട്ടുണ്ടോ നോക്കി. ഏതായാലും മാല കിട്ടി, തപ്പിപ്പിടിച്ചു മാല കിട്ടി, വീണുപോയ മാല കിട്ടി. അപ്പോഴേക്ക് ചുരുക്കി പറയാ സമയം വൈകി തിരിച്ചെത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും പുറപ്പെട്ടു. ആയിഷ ബീവി വരാതെ റസൂലുള്ള പുറപ്പെടാൻ പാടുണ്ടോ? പുറപ്പെടുവോ? ഇല്ല, പുറപ്പെടൂല. എന്താ സംഭവിച്ചത്? ഈ തട്ടം ഇവിടെ അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോ ആയിഷ ബീവി ഇതിന്റെ അകത്തുണ്ട് എന്നാണ് റസൂലുള്ള വിചാരിച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ള പോയത്. പിന്നീട് വിശദീകരിക്കുന്നു. അപ്പോ ആയിഷ ബീവി അതിനകത്തുണ്ടാകുന്ന കരുതിയിട്ട് അള്ളാഹുവിന്റെ റസൂല് വാഹനം ഓടിച്ചു പോയി. മദീനത്തെത്തി നോക്കുമ്പോഴാണ് ആയിഷ ബീവിയെ കാണുന്നില്ല. ബേജാറായി, ചർച്ചകൾ തുടങ്ങി. ആയിഷ ബീവി വന്നു നോക്കുമ്പോൾ വണ്ടികളൊക്കെ പുറപ്പെട്ടിരിക്കുന്നു. ആയിഷ ബീവി പെരുവഴിയിൽ ഒറ്റപ്പെട്ടു. ആയിഷ ബീവി അവിടെ കിടന്നു. അവിടെ കിടന്നപ്പോൾ തട്ടം മുകളിലൂടെ ഇട്ടിങ്ങനെ കിടന്നപ്പം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതാ അതിലൂടെ വരുന്നു. ആരാ വരുന്നത്? ബഹുമാനപ്പെട്ട സ്വഫ്വാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ എല്ലാ സമരക്കളത്തിൽ നിന്നും തിരിച്ച് യാത്ര പുറപ്പെടുമ്പോ ഏറ്റവും അവസാനം വരണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്നയാളാണ്. എന്തിനാണ് സ്വഫ്വാനെ ഏറ്റവും പിറകിൽ റസൂലുള്ളാഹി കൊണ്ടുവരുന്നത്? മുസ്ലിം പക്ഷത്ത് നിന്ന് ഈ തിരക്കിലും ബദ്ധപ്പാടിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആരുടേതെങ്കിലും വിലപ്പെട്ടത് വീണുപോയിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടുവരാൻ, എന്നിട്ട് അതിന്റെ ഉടമകളെ ഏൽപ്പിക്കാൻ. ഇങ്ങനെ പിറകിൽ വരാൻ പറഞ്ഞിരുന്നു. ആ സ്വഫ്വാൻ കാണുന്നത് ഒരാളിതാ ഇവിടെ കിടക്കുന്നു. ആരാന്നറിയില്ല. പതുക്കെ അടുത്തു വന്നു. അപ്പൊ ഇട്ടിരിക്കുന്ന തട്ടത്തിന്റെ തലപ്പ് കൊണ്ട് മുഖം മറച്ചിട്ടുണ്ട്, തട്ടം കൊണ്ട് മുഖം മറച്ചിട്ടുണ്ട്. ആരാന്നറിയൂലല്ലോ. അടുത്തിങ്ങനെ വന്നിട്ട് അവിടുന്ന് ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു, ആരാണിത് എന്ന് ചോദിച്ചു. സ്വഫ്വാൻ ആ സമയത്ത് മുഖത്ത് നിന്ന് മുണ്ടിങ്ങനെ നീക്കി. ഫഖുൽതു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വഫ്വാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പഠിച്ചോനെ, ബീവി ആയിഷയോ എന്തു പറ്റിപ്പോയി?